ദേവി ഭാഗവതത്തിലെ നരകവർണ്ണന 2 ഭാഗം പറഞ്ഞു. ഇത് 3-ാമത്തെ ഭാഗമാണ് പറയുന്നത്. എന്താണ്, സാവിത്രി യമധർമ്മനോട് ചോദിക്കുന്നതാണ് നരകത്തിനെ പറ്റിയിട്ട്. അപ്പം യമധർമ്മൻ വിവരിച്ചു കൊടുക്കുന്നതാണ് നരകത്തിനെ പറ്റിയിട്ട്. മുൻപ് 20 നരകത്തിനെ പറ്റി പറഞ്ഞു. ഇത് 21-ാമത്തെ നരകത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണ് പറയുന്നത് യമധർമ്മൻ? എന്താണ്, നമ്മൾ ആളുകളെ ഉപദ്രവിച്ച് ധനം ആർജിക്കുന്ന രാജാവോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ അങ്ങനെയുള്ള ആരെങ്കിലും മരിച്ചാൽ അവരെ എവിടെയാണ് കൊണ്ടുപോകുക? യമധർമ്മൻ്റെ കിങ്കരന്മാർ യമപാശത്താൽ കെട്ടിവലിച്ച് എവിടെ കൊണ്ടുപോകുന്ന പറയുന്നത്? വൃശ്ചികകുണ്ഠമെന്ന നരകത്തിൽ കൊണ്ടുവന്നിട്ട് പലവിധ ദണ്ഡങ്ങൾ അനുഭവിപ്പിക്കുന്ന പറയുന്നത്. പിന്നീട് അവരെന്തായിട്ട് ജനിക്കും? ഭൂമിയിൽ 7 ജന്മം അംഗഹീനനായും രോഗിയായും ജനിക്കും. അവസാനത്തെ ജന്മത്തിൽ ഏറ്റവും താഴ്ന്ന പടിയിലുള്ളൊരു ദാസനായിട്ട് തീരും. 22-ാമത്തെ നരകത്തിനെ പറ്റി പറയുന്നത് എന്താ? രഹസ്യമായി പരദൂഷണം ചെയ്യുന്നവരും അന്യന്മാരുടെ കുറ്റവും കുറവും പറഞ്ഞ് സദാ രസിക്കുന്നവരും നുണ പറഞ്ഞ് കലാപമുണ്ടാക്കുന്നവരും മഹാപാതകികളായി തീർന്ന മരണാനന്തരം എവിടെ പോകും? സൂചിമുഖ നരകത്തിൽ പതിച്ച് ദുരിതയാതനകൾ അനുഭവിച്ചതിന് ശേഷം എന്തായിട്ട് ജനിക്കും? പലതരം ക്ഷുദ്രജീവികളായി ഭൂമിയിൽ ജനിക്കുന്നതാണ്. പിന്നത്തെ ജന്മത്തിൽ എന്താവും? മഹാവ്യാധികളോടുകൂടിയ യാചകനായിട്ട് ഭവിക്കും. ഈ ജനങ്ങൾ വിചാരിക്കും എന്താണ്, പരസ്പരം നുണയും കലഹവും ഉണ്ടാക്കിയാൽ ഇവിടെ നല്ലോണം സുഖിച്ച് ജീവിക്കുക, പോയാൽ ഒരു ദുരിതം ഉണ്ടാവില്ല എന്നാണ് വിചാരം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് ആരെ പറ്റിയിട്ടും നുണയും കലഹവും ഉണ്ടാക്കാതെ ജീവിക്കുക. പിന്നെന്താ പറയുന്നത്? അപ്പം ചോദിക്കുന്നത്, എൻ്റെ ഭർത്താവ് എന്ത് പാപം ചെയ്തിട്ടാണ് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയതെന്ന് സാവിത്രി ചോദിക്കും യമധർമ്മനോട്. അപ്പം പറയും, മനുഷ്യനായിട്ട് ജനിച്ചാൽ എന്തെങ്കിലും പാപം നമ്മൾ ചെയ്തു പോകൂല്ലേ? ദൈവഭക്തിയോട് കൂടിയ സൽക്കർമ്മങ്ങൾ കൊണ്ട് വേണം ആ പാപം നമ്മൾ എന്താക്കാൻ, പരിഹരിക്കാൻ. അപ്പം നിൻ്റെ ഭർത്താവ് യൗവനകാലത്ത് ചില പാപ പ്രവൃത്തികൾ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ എന്തുകൊണ്ട് രക്ഷപ്പെട്ട്? നിന്റെ പുണ്യത്താലും സുഹൃതത്താലും ആ പാപങ്ങൾ സർവ്വവും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. എന്താ കൂട്ടത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്? പതിവ്രതയായ ഭാര്യയുടെ പുണ്യത്താലാണ് എന്ത്, അധർമ്മിയായ ഭർത്താവിൻ്റെ പാപം പോലും പരിഹരിക്കപ്പെടുക എന്നാ. ഇപ്പം സാവിത്രി ചോദിക്കും, പതിവ്രത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന്. അപ്പം ധർമ്മരാജാവ് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? തൻ്റെ പതിയിൽ മാത്രം വ്രതത്തോടു കൂടിയവളാണ് ആര്? പതിവ്രത. അതെന്താണ് അർത്ഥം? പതിയെ മാത്രം പരിചരിച്ച് അദ്ദേഹത്തെ മാത്രം സന്തോഷിപ്പിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി എന്ത് ത്യാഗം അനുഷ്ഠിക്കുകയും മരണം പോലും വരിക്കാൻ സന്നദ്ധയാകുകയും ഭർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവളാണെന്നുള്ള ശുദ്ധമായ ചിന്ത മനസ്സിൽ തോന്നുകയും ചെയ്യുന്നവളാണ് ആര്? പതിവ്രത. അപ്പം പറയും ധർമ്മരാജാവ് എന്ത് പറയും? 23-ാമത്തെ നരകം എന്താണെന്ന് പറയുന്നത്? വ്യഭിചാരിണികളെ പറ്റി പറയുന്നതാണ്. വ്യഭിചാരിണികളെ പ്രാപിക്കുന്ന മനുഷ്യൻ എവിടെ പോകുന്ന? മത്സ്യോദയം എന്ന നരകത്തിൽ പതിച്ച് വളരെ കാലം ചീഞ്ഞളിഞ്ഞ ശരീരത്തോടു കൂടി അതിദുസ്സഹമായ വേദന അനുഭവിച്ച് കഷ്ടപ്പെടുന്ന പറയുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരം ഏറ്റവും വലിയ പാതകമാണ്. മരണാനന്തരം അവിടെ പോവും. അന്ധകൂപം എന്ന ഘോര നരകത്തിൽ പതിച്ച് ദുരിതങ്ങൾ അനുഭവിച്ചതിന് ശേഷം ഭൂമിയിൽ പെൺകുരങ്ങായും പെൺകുറുനരിയായും ജനിക്കുന്നു പറയുന്നത്. പിന്നെന്താ? ആരെയും വകവയ്ക്കാതെ സ്വേച്ഛാനുസരണം കാമുകനെ തേടി നടക്കുന്ന സ്ത്രീ എവിടെ പോവും? മരണാനന്തരം മലമൂത്രങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ദളനം എന്ന നരകത്തിൽ പതിക്കും. ഏത് നരകത്തിലാണ് പതിക്കുക? ദളനം എന്ന നരകത്തിലാണ് പതിക്കുക. പിന്നെന്താണ്? വേദാധ്യയനം ചെയ്യേണ്ട ബ്രാഹ്മണൻ സ്വധർമ്മം വെടിഞ്ഞ്
വൈദ്യം, ജ്യോത്സ്യം, കച്ചവടം, പെൺവാണിഭം, കളവ് മുതലായ തൊഴിലുകൾ സ്വീകരിക്കുന്നത് എന്താണ്? പാപകരമാണ്. അത്തരം പാപികൾ എന്താണ്? നാഗവേഷ്ട എന്ന നരകത്തിൽ പതിച്ച പാമ്പുകളാൽ ചുറ്റപ്പെട്ട് അവയുടെ ദംശനമേറ്റ് വളരെ കാലം ദുഃഖം അനുഭവിച്ചതിന് ശേഷം എവിടെ പിറക്കും? പറവകളായിട്ട് ലോകത്തിൽ പിറക്കും. അപ്പോൾ സാവിത്രി ചോദിക്കും, ധർമ്മരാജാവിനോട് ചോദിക്കും, മഹാത്മൻ, കുംഭീഭാഗം എന്ന നരകമാണ് ഏറ്റവും ഭയാനകമായ നരകം എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുക. അപ്പം യമധർമ്മൻ പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും ഭയങ്കരവും കാലചക്രത്തോട് ചേർന്ന് ചുറ്റിക്കൊണ്ടിരിക്കുന്നതും മറ്റുള്ള നരകകുണ്ഡങ്ങളെക്കാൾ വളരെയേറെ ആഴവും വിസ്താരവും ഉള്ളതാണെന്ത്? കുംഭീഭാഗം. ഇതിൽ പതിക്കുന്ന പാപികളെ കടിച്ചു കീറുന്ന അനവധി ക്ഷുദ്രജീവികളും തിളച്ചു മറിയുന്ന എണ്ണകളോട് കൂടിയ ബഹുസഹസ്രം കിടാരങ്ങളും ഉരുകി തിളച്ചു മറിയുന്ന ലോഹദ്രാവകം നിറഞ്ഞ പേടകങ്ങളും എവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്? കുംഭീഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിൽ വീഴുന്ന പാപികളെ കാലകിങ്കരന്മാരെന്താണ് ചെയ്യാന്നറിയാം? ഇരുമ്പുലക്കകൾ കൊണ്ടും ദണ്ഡങ്ങൾ കൊണ്ടും സദാ കഠിനമായി പ്രഹരിച്ച് ബോധഹീനരാക്കി തീർക്കത്രേ. പിന്നെ അവരെ എടുത്ത് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് എറിയും. നമ്മൾ ചെറുപ്പത്തിലേ പറയണ കേൾക്കണുണ്ടല്ലേ, തിളയ്ക്കുന്ന എണ്ണയിലേക്ക് എറിയുന്നൊക്കെ. അവിടെ കിടന്ന് പൊരിഞ്ഞ് കരിയാൻ തുടങ്ങുമ്പോൾ എന്താക്കും? തോണ്ടി പുറത്തേക്ക് പിന്നെയിടും. ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങിയാൽ എന്താണ്? വലിയ ഇരുമ്പകത വായിൽ തള്ളിക്കടത്തി നെഞ്ചിൽ ഭാരം കയറ്റി വെക്കും. ഇപ്രകാരം പാപത്തിൻ്റെ ഗൗരവമനുസരിച്ച് പല ഘോര ശിക്ഷകളും അവിടെ കൊടുക്കുന്നുണ്ട്. കേട്ടിട്ട് പേടിയാണ്. അപ്പം സാവിത്രി ചോദിക്കും, എന്താ വിഷ്ണു ഭക്തന്മാർക്കും ശിവഭക്തന്മാർക്കും ദേവീഭക്തന്മാർക്കും അങ്ങയുടെ ലോകത്തിൽ പ്രവേശിക്കുവാൻ ഇടവരുമോ എന്ന് ചോദിക്കുമ്പം യമധർമ്മൻ പറയുന്നത് ഒരിക്കലുമില്ല. ഭഗവത് നാമസങ്കീർത്തനങ്ങളും ദേവീസ്തോത്രങ്ങളും മുഴങ്ങുന്നിടത്തും ഭഗവത് ഭക്തന്മാരുടെയും ദേവീഭക്തന്മാരുടെയും നികടത്തിലും ഒരിക്കലും ഞാനോ എൻ്റെ കിങ്കരന്മാരോ പ്രവേശിക്കില്ല. അവർക്കൊക്കെ എന്താണ്? മരണാനന്തരം കിട്ടുക സ്വർഗലോകമാണ്. അപ്പം ചോദിക്കും, സ്വർഗപ്രദങ്ങളായ പുണ്യകർമ്മങ്ങൾ എന്താണ് എന്ന് ചോദിക്കും. അപ്പം യജ്ഞം, ദാനം, വ്രതങ്ങൾ, തീർത്ഥാടനം, പുണ്യക്ഷേത്രം ദർശനം, നിഷ്കാമ ദൈവഭക്തി മുതലായവയാണെന്ത്? സ്വർഗപ്രദങ്ങളായ പവിത്ര കർമ്മങ്ങൾ കേട്ടോ. എന്താണ്? സർവലോകജനനിയായ പരാശക്തിയെ നിഷ്കളങ്ക ഭക്തിയോടെ ഉപാസിക്കുന്ന പുണ്യവാൻ എന്താണ്? ഈ ജനന മരണ ഭവദുഃഖങ്ങളില്ലാത്ത നിർവൃതികരമായ സായുജ്യപദം ലഭിക്കുന്നതാണ്. ഏതൊരു മനുഷ്യനും എന്താണ് ഇഷ്ടപ്പെടുന്നത്? മോക്ഷം അല്ലേ? മോക്ഷത്തിനേക്കാളും നല്ലത് മറ്റൊന്നില്ല. ഇനിയൊരു ജന്മം, മനുഷ്യജന്മം ജനിച്ചിട്ട് ഈ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നതിനേക്കാളും നല്ലത് ആ സായുജ്യപദം ലഭിക്കുന്നത് തന്നെയാണ്. അതിനെന്താണ്? നമ്മൾ ദൈവത്തിന് ദിവസം മനസ്സറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ എന്താണ്, നമ്മളെ കാര്യത്തിന് വേണ്ടിയിട്ട് വിളിക്കരുത്. എല്ലാം അമ്മയിൽ സമർപ്പിച്ചിട്ട് ജീവിക്കുക. അപ്പം എല്ലാ മോക്ഷവും നമ്മൾക്ക് കിട്ടും. അങ്ങനെ നരകസ്വർഗങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്? ശമനദേവൻ ശാന്തനായിട്ട് ആരോട് പറഞ്ഞു കൊടുക്കും? സാവിത്രി ദേവിയോട് പറഞ്ഞു കൊടുക്കും. അപ്പം എന്താണ്? ദേവീസ്തോത്രങ്ങൾ നിത്യവും പാരായണം ചെയ്യുകയും ചെയ്യുന്ന ദേവീ ഭക്തൻ ഒരിക്കലും എന്താണ്? നരകയാതന അനുഭവിക്കില്ല എന്നാണ് പറയണത്. അങ്ങനെ എന്താണ്? സത്യവാനും സാവിത്രിയും കൂടി എന്താണ്? യമധർമ്മനെ നമസ്കരിച്ചിട്ട് സന്തോഷത്തോടെ യാത്രയാവും. പിന്നെ എന്താണ് ഈ സതീ സാവിത്രി എന്ന് വെച്ചാൽ അത്രയും നല്ല പുണ്യം ചെയ്ത പെൺകുട്ടിയാണ് സാവിത്രി. അവളുടെ പുണ്യം കൊണ്ട് എന്താണ്? ഭർത്താവിൻ്റെ അച്ഛന് എന്താണ് കണ്ണ് കാണില്ലായിരുന്നു, അതുകൂടി മാറി അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പം എന്താ ഇതിൽ പറയുന്നത്? എന്താണ്? ദേവി മഹാത്മ്യത്തിൽ എന്താണ്? ത്രിഗുണാത്മികയായ പരാശക്തി ഏതൊരു പുണ്യാത്മാവിൽ സദാ അന്തർഭൂതമായിരിക്കുന്നുവോ
ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കമനീയ രൂപം മനസ്സിൽ ധ്യാനിക്കുന്നവനും അദ്ദേഹത്തെ സാക്ഷിയാക്കി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനും അദ്ദേഹത്തിൻ്റെ പരമോത്കൃഷ്ടമായ ഗീതാമഹാത്മ്യത്തെ അനുസ്മരിച്ച് നിത്യം ഭക്തിപൂർവം ഭഗവത്ഗീത പാരായണം ചെയ്യുന്നവനും എന്ത് ലഭിക്കും? കൃഷ്ണസായുജ്യം പ്രാപിക്കുന്നതാണ്. അതേപോലെ തന്നെ ശിവപൂജ ചെയ്യുന്നവനും എന്താണ്? നിത്യം ശിവക്ഷേത്ര ദർശനം നടത്തുന്നവനും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരൊന്നായ പരബ്രഹ്മത്തിൻ്റെ 3 ഭാവരൂപങ്ങൾ മാത്രമാണെന്ന് ധരിച്ച് ഭേദബുദ്ധിയില്ലാതെ ഭഗവത് ഭജനം നടത്തുന്നവന് എന്ത് ലഭിക്കും? നിർവൃതികരമായ സായുജ്യപദം പ്രാപിക്കുന്നതാണ്. ഏത് ആപത്തിൽ നിന്നും ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ഭക്തനെ രക്ഷിക്കുന്നതാണ്. ഭക്തിയോടുകൂടി ഹരിനാമ കീർത്തനം ജപിക്കുന്നവനും ഹരിനാമം ജപിക്കുന്നവനും പാപവിമോചിതനായിത്തീരുന്ന പാപിയായ അജാമിളൻ എന്താണ്? മരണവേളയിൽ യമകിങ്കരന്മാരെ കണ്ടിട്ട് പേടിച്ചിട്ട് എന്താണ്? നാരായണ എന്ന് വിളിക്കൂ അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് എന്ത്? വിഷ്ണു സായുജ്യം ലഭിച്ചു എന്നാ. അത്രയ്ക്കും പുണ്യപ്രദമാണെന്ത്? ഹരിനാമം. എന്താണ്? ശിവഭജനം ചെയ്യുന്നവനും എന്താണ്? സായുജ്യപദം ലഭിച്ചിട്ടില്ലെങ്കിൽ അവരെന്താവുന്നതാണ്? മരണാനന്തരം പുണ്യജന്മമുള്ള ഒരു മനുഷ്യനായിട്ട് പറന്നിട്ട് ഉത്കൃഷ്ടനും സർവസമ്പൂർണനുമായ മാനവപുങ്കനായി ചിരകാലം ജീവിച്ച് പുണ്യമടയുന്ന പറയുന്നത്. ഈ കലിയുഗത്തിൽ എന്താണ്? പരബ്രഹ്മരൂപിണിയും പരാശക്തി സംയുക്തയും ത്രിഗുണാത്മികയും ലോകാംബികയും മൂലപ്രകൃതിയുമായ ദേവിയെ ഉപാസിക്കുകയും പൂജിക്കുകയും ദേവി മഹാത്മ്യത്തെ കീർത്തിക്കുകയും വാഴ്ത്തുകയും ദേവീക്ഷേത്രങ്ങൾ ദർശിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നവൻ എന്താ? സർവപാപ വിമുക്തനായി പുണ്യവാനായി സർവസുഖങ്ങളും അനുഭവിച്ച് സായുജ്യപദം പ്രാപിക്കുന്നാണ് പറയണത്. ഇതാണെന്ത്? സതി സാവിത്രി ഭാഗം. ഇതിലാണ് നരകവർണ്ണന ഉള്ളത്. അതോടെ ഈ അധ്യായം കഴിയുകയാണ്. ഇനി അടുത്തതെന്താണ്? മധുകൈടഭന്മാർ, ഭൂമിദേവിയുടെ ആവിർഭാവമാണ്. അത് അടുത്ത തവണ പറയാം. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ.